ആഗ്നസ് എന്തോ കിട്ടു വോയിസ്. താങ്ക് യു. ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. അല്ലെങ്കിലും നീ അത് തെളിയിച്ച ആളാണ്. നമുക്ക് ചോദിക്കാം ഇനി എങ്ങനെ ഉണ്ടായിരുന്നു. ഹരിച്ചേട്ടാ മോളെ കുഴപ്പമില്ലാതെ പാടി. താങ്ക് യു സർ. മോള് നന്നായിട്ട് ഡാൻസ് ചെയ്തു. നല്ല, പക്ഷെ പാടുന്ന സമയത്ത് യു ആർ സാഡ്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അവൾ ഈ ഭാഗത്തോട്ട് നോക്കണില്ല. ഞാൻ കണ്ടില്ല. അതന്നെ അതെ മോളെ, ഫ്രം ബിഗിനിങ് എനിക്ക് ഈ പാട്ട് ഞാൻ ഒരുപാട് കേട്ട പാട്ടായതുകൊണ്ടാ ചിത്രമായി ഇങ്ങനെ പൊളിച്ചടുക്കി പാടി വെച്ചൊരു സോങ്. അപ്പം ഇതിനൊരു ത്രോ ഉണ്ട്, പിന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഇതിന് ഡൈനാമിക്സ് ഉണ്ട്. അപ്പൊ എനിക്ക് അതൊക്കെ മിസ് ചെയ്തു. ചെറിയൊരു പാട്ടല്ലേ, ഒറ്റ സ്റ്റാൻസ്, ഒരു അനുഭവമല്ലേ ഉള്ളൂ. സോ ആ സോങ് ഇത്ര ഹിറ്റായിട്ടുള്ളൊരു പാട്ട്, എല്ലാവർക്കും അറിയാവുന്ന പാട്ട്. അപ്പം അത് എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റായില്ല. അപ്പം ഈ പാട്ടൊന്നാ ചെറിയ പാട്ടായതുകൊണ്ട് ഇത് ഉള്ള സ്ഥലത്ത് നന്നായിട്ട് പാടിയില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് വർക്കാവില്ല. ഈവൻ ഫ്രം ദ ബിഗിനിങ് വാൻമേഘം അങ്ങനല്ലേ, പക്ഷെ മോള് വാൻമേഘം വടി പോലെ അങ്ങ് പാടി വെച്ച് കളഞ്ഞു. അപ്പം മോളെ അത് ഒരു കുറച്ചുകൂടി ഒരു ഇതുണ്ടല്ലോ, ചിത്രമായൊക്കെ പാടുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ. മഴ തര 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 ത്രോയും വേണം. എനിക്കതൊക്കെ മിസ് ചെയ്തു. അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നും ഇല്ല. കുറച്ചും കൂടി ഒന്ന് ഒബ്സർവ് ചെയ്ത് പഠിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ ഒരു വാവ് ഒന്ന് ഒരിടത്തും എഴുതിയിട്ടില്ല. വാവായിട്ട് എനിക്ക് തോന്നിയത് ഡാൻസ് ഇൻ ബിറ്റ്വീൻ യു ആർ എൻജോയ്, ഡാൻസ് ചെയ്തു, നല്ല കാര്യം, ഇറ്റ്സ് ഗുഡ്. പക്ഷേ പാടുന്ന സമയത്ത് സാഡായി. എനിക്കൊന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും, പക്ഷെ ആ ഒരു ഹാപ്പിനെസ് ഇല്ലായിരുന്നു പാടിയപ്പോൾ. കേട്ടോ? താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ആഗ്നസ്, ഓ അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ ഡൗൺ ആവണ്ട കേട്ടാ. സി ഈ പാട്ട് എന്ന് പറയുന്നത്, ഈ പാട്ട് അതാണ് ഞാൻ ഭയങ്കര ഹാപ്പിനെസ്സിൻ്റെ ഒരു സോങ്ങാണിത്. ആഗ്നസ് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ആ ഡാൻസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ചിരിക്കുന്നുമുണ്ട്. പാട്ട് പാടുമ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങ് പോയി, ചിരിയില്ല, ഭയങ്കര സീരിയസ് ആയിട്ടാണ് നിന്ന് പാടുന്നത്. ആഗ്നസിന് എത്ര ഫാൻസ് ഉണ്ടെന്ന് അറിയാം. എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ആഗ്നസിന്റെ നമ്പർ നമ്പർ വരുമോ ചോദിച്ചിട്ട്. ഞാൻ തമാശ പറയല, ഞാൻ ചുമ്മാ വായിച്ചുതരാം ആർക്കൊക്കെയാന്നുള്ളത്. എനിക്കും വരാറുണ്ട് കേട്ടോ ഇവരുടെ. ആദ്യം എനിക്ക് വന്ന മെസ്സേജ് ആണ്, ഒരാൾ തന്നെയാണ് അയക്കണേ, ആളുടെ പേരൊന്നും പറയുന്നില്ല. ഹായ് സുഖമാണോ, ഫോൺ നമ്പർ. ഞാൻ നോക്കിയില്ല. അടുത്തത് ഇപ്പോഴും സ്പാമിൽ കിടക്കാം. അടുത്തത് 25 ഒക്ടോബർ, ഹായ് സുഖമാണോ, ഫോൺ നമ്പർ. സൂപ്പർ സ്റ്റാർ സീസൺ 2 റിയാലിറ്റി ഷോ സൂപ്പർ. താങ്ക് യു. പാർവതി ബാബു സൂപ്പർ. ഓ താങ്ക് യു. ഫോൺ നമ്പർ. ആഗ്നസ് ബിനോയ് സോങ് സൂപ്പർ. ഫോൺ നമ്പർ. ദിയ രഞ്ജിത്ത് സോങ് സൂപ്പർ. ഫോൺ നമ്പർ. ഫോൺ നമ്പർ. ആഗ്നസ് ബിനോയ് വീണ്ടും സോങ് സൂപ്പർ. സൂപ്പർ സ്റ്റാർ റിയാലിറ്റി ഷോ സൂപ്പർ. ദിയ രഞ്ജിത്ത് സോങ് സൂപ്പർ. ഫോൺ നമ്പർ. ദിയ ആൻഡ് ആഗ്നസ് ഫാനാണത്. ഭയങ്കര ദിയ ആൻഡ് ആഗ്നസ് ഫാനാണെന്ന് തോന്നുന്നു. ഇത് എനിക്ക് വന്ന മെസ്സേജ് ആയത്, ഞാൻ എനിക്ക് തന്നെ ടൈപ്പ് ചെയ്ത് അയക്കില്ലല്ലോ. ആരാണെങ്കിലും ചേട്ടാ താങ്ക് യു സോ മച്ച്. അതെ. അപ്പൊ ആഗ്നസിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ഞാനടക്കം, നമ്മളടക്കം ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഈ ഡാൻസിന്റെ കൂടെ ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് പാടും കൂടി ചെയ്തിരുന്നെങ്കിൽ ഈ പാട്ട് വർക്കായത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ നമുക്ക്? ആ, രേവതി മാമിന്റെ മൂവ്മെന്റ്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഹാപ്പിനെസ്സും, ആടുന്നു പാടുന്നു, അങ്ങനെയാണല്ലോ ആ പാട്ട്. അതേ ഗ്ലൈഡ് തന്നെയാണ് ചിത്രമ്മയുടെ സിംഗിങ്ങിലുള്ളത്. അത് കിട്ടിയില്ല മോളെ. അപ്പോൾ അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മിസ്സിങ് ആയി. അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോൾ മോള് നന്നായിട്ട് പാട്ട് മനസ്സിലാക്കി പാടിയിട്ട് പാട്ട് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഷാനിക്ക. താങ്ക് യു സർ. ചേച്ചി ആകുമോളെ, എന്തോ മോളെ നന്നായിരുന്നു കേട്ടോ. താങ്ക് മോളെ യു. ഡാൻസ് പ്രിപ്പയർ ചെയ്ത് വന്നോണ്ടിരുന്നത് എക്സലന്റ് ആയിരുന്നു, സൂപ്പർ, നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു മാം. അപ്പോൾ ഞങ്ങൾ അത്രയും നന്നായിട്ട് ഡാൻസ് കളിച്ച് വന്ന ആ പാട്ടിലേക്ക് ഇങ്ങനെ കയറുന്നു വിചാരിച്ചപ്പോഴത്തേക്കും വാൻ പറഞ്ഞ് വന്നതാണ് നമുക്ക് ആദ്യം ഒരു അടിയായി പോയത്. മനസ്സിലായോ? ചിത്ര ചേച്ചി എന്ന് പറയുന്ന ഒരു സിംഗറിന്റെ ഒരു വൺ ഓഫ് ദി ഒരു പോയിന്റ് ഞാൻ പറയാം, ഈ ക്രസൻറ്റോ ഡിസെൻറ്റോ, അതായത് ഇങ്ങനെ വലുതാക്കും ചെറുതാക്കും, അതിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ് ചിത്ര ചേച്ചി. ഈ പാട്ട്
ഉടനീളം ചേച്ചി ഈ ക്രസൻഡോ ഡിസൻഡോ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് മോളെ. അപ്പം അത് മോൾക്ക് ആ ഒരു സംഭവം ഇതിനകത്തില്ലായിരുന്നു. ഈ പാട്ടിന്റെ മെയിൻ സംഭവമാണ്. ഈ മോള് പാട്ട് നന്നായി പാടി, ഡാൻസ് ഒക്കെ നന്നായി പ്രസന്റ് ചെയ്തു, നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു, എല്ലാം ശരി. ഈ ഒരു സംഭവത്തിന്റെ പേരിൽ കേട്ടോ. അത് ഞാൻ അടുത്ത പ്രാവശ്യം ഇങ്ങനത്തെ പാട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒന്ന് പാടുവോ? പല്ലവി ഒന്ന്. ഇല്ല, ത്രോട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഇല്ല. ഹാപ്പി ആയിട്ട് ആ ഒരു ഹാപ്പിനെസ് മനസ്സിൽ വെച്ചുകൊണ്ട് പാട് കേട്ടോ. അല്ല മോളെ, മോളെ അത് മോളെ എടുക്കുന്ന ഉടനെ വാനല്ല, വാൻമേഘം ആ പൂവിന് രണ്ട് നല്ല ഒരു ഉന്ത് കൊടുക്കണം. പൂവായി തൂവും ദേഹം എന്നവാകും ഇൻപമാകനോകും മഴை തുള്ളി തെരിത്തത്. അവിടെയൊക്കെ അങ്ങനല്ല മോളെ. മഴ തുളി തെളിത്തത്, അത് സ്മൈല് വന്നാലേ എക്സ്പ്രഷൻ പുറത്തു വരുള്ളൂ നമുക്ക്. വി ഷുഡ് സ്മൈൽ. ആ മഴയെ പറയുമ്പോ കുറച്ച് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് തുള്ളിക്കൊരു കട്ടി കൊടുക്കണം. മഴை തുള്ളി തെരിത്തത് எனக்குள்ளே குளித்தது நினைத்தது பலித்தது குடை கம்பி குளிர்த்தது வானம் முத்துக்கள் சிந்தி வாழ்க என்றது காதல் வென்றது மேகம் வந்தது பூக்கள் சிந்தது ஆளுமில்லை சேர்த்தெடுக்க நூலுமில்லை கோர்த்தெடுக்கவா மேகம் മേഘം மேகம் பூவாய் പൂവായി பூவாய் தூவும் தேகம் என்னவாகும் இன்பமாக நோகும். ബെറ്റർ നോ. മച്ച് ബെറ്റർ ദാൻ വാട്ട് യു സാങ് കേട്ടോ. ഓക്കെ, താങ്ക് യു ചേച്ചി. നമുക്കിനി മാർക്സ് അറിയാം. ചേച്ചി ആകെ മോളെ 8 മോളെ. താങ്ക് യു മാം. ഓക്കെ 8. ഷാനിക 7.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ സെയിം 7.5. താങ്ക് യു സർ. 23 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. പോരാ, നമുക്കിനി കയറി വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേടാ.